ഇത് പാലാങ്കുളം ജംഗ്ഷനാണ്. കടയ്ക്കാവൂർ ആലങ്കോടും മധ്യേയുള്ള പാലാങ്കുളം പഴയ ഒരു ഗ്രാമപ്രദേശമാണിത്. ഇവിടെ ഈ ജംഗ്ഷൻ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജംഗ്ഷനാണ്. പക്ഷേ നമ്മുടെ ഈ കടയ്ക്കാവൂർ പഞ്ചായത്തിൽ 16-ാം വാർഡിൽ ഉൾപ്പെടുന്ന 1-ാം വാർഡും ഇപ്പോഴത്തെ പുതിയ വാർഡായ 17-ാം വാർഡും കൂടെ ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന കാറ്റാടിമോട് പന്തുകളം റോഡ്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയെ പറ്റിയാണ് പാലാങ്കുളം ജമാൽ സംസാരിക്കുന്നത്. ഇത് ഈ കാണുന്നത് ഇങ്ങനെ പിടി. അപ്പം ഞാൻ ചൂണ്ടിക്കാണാം. ഇങ്ങനെ കാണുന്നില്ല, നിനക്ക് കാണത്തക്ക ഞാനിങ്ങനെ പിടി. നിങ്ങളെ കാണാം. ഇത് നമ്മുടെ അറിയാമല്ലോ, പറയണ്ടല്ലോ. ഇതാണ് നമ്മളെ ജില്ലാ മെമ്പർ. ഈ വാർഡിലെ ഈ ചിറയൻകീഴ് ഡിവിഷനിലെ ജില്ലാ മെമ്പറാണ് ഈ കാണുന്ന ഫോട്ടോ കൊടുത്തിരിക്കുന്നത് കടയ്ക്കാവൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അവർ ഈ ബോർഡ് ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഇന്നേക്ക് 6-7 മാസങ്ങളായി. ഫണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് അനുവദിച്ചു എന്നാണ് അവർ പറയുന്നത്. ഈ ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞ് ജനങ്ങളെ നാവിൽ തേൻ തേച്ച് കൊടുക്കുന്ന രീതിയാണ് ഈ പറച്ചലിൽ ഈ ബോർഡ് വെപ്പ്. അവർക്ക് ഇതുവരെ ഫണ്ട് അനുവദിച്ചെങ്കിൽ എന്തുകൊണ്ട് ഈ റോഡ് വൃത്തിയാക്കിക്കൂടാ? ഈ റോഡ് അടിച്ച് പൊളിഞ്ഞ് നടക്കുകയാണ്. ജനങ്ങൾക്ക് നിരന്തരം ഇറങ്ങി ഇപ്പോൾ ആട്ടോ ഇവിടുന്ന് വിളിച്ചാൽ ആട്ടോ പോലും വരാത്ത സ്ഥിതിയാണ്. ആ സ്ഥിതിയിൽ ഈ റോഡ് പൊളിഞ്ഞിടക്കണം. നിങ്ങളൊന്ന് കാണണം ഈ റോഡിൻ്റെ അവസ്ഥ. ഇപ്പോഴല്ല, നിങ്ങൾ സ്ലിപ്പ് ചെയ്ത് പോകരുത്. ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് പോയിട്ട് വരാം. ഈ റോഡിൻ്റെ അവസ്ഥയെപ്പറ്റി നമ്മൾ ഒരു ഫിലിം ഇതെടുക്കുകയാണ്. ഈ റോഡിൻ്റെ ആരും സ്ക്രിപ്റ്റ് ചെയ്ത് പൊക്കളയാണിത്. ഇങ്ങനെ റോഡ് പിടിച്ചു അറിയാം. വേണ്ട, വണ്ടി ചാടി വരണതാണ് ഈ ബോട്ടെല്ലാം വേണ്ട. ഈ ബോട്ടൽ വണ്ടി ചാടി വരുന്നത് ഈ പൊട്ടലൊക്കെ ഈ റോഡിൻ്റെ അവസ്ഥയാണ് ഈ കിടക്കുന്നത്. നോക്കണം, ജനങ്ങൾക്ക് നടക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. ജനങ്ങൾക്ക് ഒട്ടും നടന്നു പോകണം. ആട്ടോ വിളിച്ചാൽ ആട്ടോ വരില്ല. ആ സ്ഥിതിയാണ്. ഇല്ലേ, ആട്ടോ വിളിച്ചാൽ ആട്ടോ വരുമോ? ആ ടൈം വരില്ല. ഈ എത്ര നാൾ കൊണ്ട് ഇത് ഇവിടെ കേടായി കിടക്കുന്നു? ഇത് എത്ര നാൾ കൊണ്ട്, എത്ര മാസം കൊണ്ട് ഇത് സ്കൂൾ കുട്ടികൾക്ക് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടല്ലേ ഇത്? ഇതിൽ യാത്ര നല്ല സുഖകരമാണോ? ഇവിടെ ഈ റോഡിനെ വെച്ചിട്ട് അവിടെ ജില്ലാ ഫണ്ട് ഉണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നിട്ട് ജില്ലാ ഫണ്ട് ഉണ്ടായിട്ട് ഇതുവരെ ഒരു പരിഹാരം ഇതിന് ആർക്കും കണ്ടായിട്ടില്ല. ആട്ടോയ്ക്ക് വരാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് മഴ അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ ഈ റോഡിൽ കൂടെ അപ്പുറം ഇപ്പുറം പോകാൻ പറ്റാത്തൊരു സാഹചര്യവും. കൊച്ചു കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അങ്ങ് താഴെ വരെ ബസ് റൂട്ടുള്ള സ്ഥലമല്ല. ഇത് ആട്ടോയാണ് ആശ്രയിക്കുന്നത്. പിന്നെ ഉള്ളത് ജനങ്ങൾക്ക് പോകാൻ പറ്റുന്നുള്ള ഒരു 2 വീലർ ഉണ്ട്. പിന്നെ സ്കൂൾ ബസ്സുകൾ നിരന്തരം വരുന്ന റോഡാണ്. അപ്പോൾ ആ സ്കൂൾ ബസ്സുകൾക്ക് പോലും വരാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഈ റോഡിനെ ഗതിയാക്കി മാറ്റി വെച്ചേക്കാണ്. ഇനി നിങ്ങൾ ഇവിടെ അല്ല, ഇത്തി കൂടെ മുമ്പോട്ട് കാണിച്ചു തരാം. നിങ്ങൾ സ്ക്രിപ്പ് ചെയ്ത് പൊക്കളരുത്. ഈ റോഡ് നോക്കണം. നിങ്ങളിത് ഒന്ന് നോക്കിയേ. ഈ റോഡിൽ ഒരു 2 വീലർ പോലും വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാണുന്നത്.
ഇങ്ങനെ പിടി, ഞാൻ സംസാരിക്കും. ഈ കാണുന്ന റോഡ് ഇതിലേ കൂടെ എങ്ങനെയാണ് ഒരു 2 വീലർ പോണത്? ഒരു കാട്ടോ കയറി പോരാൻ പറ്റാത്ത സ്ഥിതിയാണ് ഈ റോഡിൻ്റെ അവസ്ഥ. ഒരു സ്കൂൾ ബസ് വരുന്നില്ല. ഈ റോഡ് ഇപ്പോൾ ഇത് മുറിഞ്ഞ് ഈ രീതിയിലായിട്ട് തന്നെ ഒരു 7-8 മാസത്തോളം കഴിഞ്ഞിരിക്കുന്നു. ഇതിനൊരു പരിഹാരം കാണാൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ റോഡിന് ഈ അവസ്ഥയാണെങ്കിൽ ഇനി അടുത്ത ഇലക്ഷൻ വരുന്നത് വരെ ഇവർ ഇത് വെച്ച് നീട്ടിക്കൊണ്ട് പോകും. ഇലക്ഷൻ വരുന്ന സമയത്ത് ഇവരിത് ശരിയാക്കാൻ ഇറങ്ങും. നേരത്തെ അവർ പറഞ്ഞത് ഇവിടെ മഴ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു. അത് മാറി മഴ മാറി വേനൽ വന്നപ്പോഴും ഇവർ ചെയ്യുന്നത് ആ സമയത്ത് അവർക്ക് ഫണ്ടില്ല എന്ന് പറഞ്ഞു മാറി. ഇപ്പോൾ വീണ്ടും മഴ വന്നപ്പോൾ അവർ ഫണ്ടുണ്ട് അനുവദിച്ചു എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. ഇവിടുത്തെ ഈ റോഡിനെ പറ്റി 2 വാക്ക് പറയാം. വളരെ ദയനീയ അവസ്ഥയാണ് ഈ റോഡ്. കുറേ കാലങ്ങളായിട്ട് ഇതേ അവസ്ഥയിലാണ്. വാഹനങ്ങൾ പോകാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. ഈ റോഡിനെ പറ്റി 2 വാക്ക് പറയാം. ഈ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട്? വളരെ മോശമാണ്. ആ, 2 വീലറിലൊക്കെ പോകാൻ സുഖമുണ്ടല്ലോ അല്ലേ യാത്ര ചെയ്യാൻ? വണ്ടികളൊന്നും കംപ്ലൈൻറ്റും എല്ലാ കാര്യവും വല്ലാത്തൊരു ഭരണമായി പോയി നമ്മളെ പഞ്ചായത്ത്. വല്ലാത്തൊരു ഗതികെട്ട റോഡായി പോയി. ഇന്നുവരെ വന്നിട്ടില്ല. നിരന്തരം കുട്ടികൾ പോകുന്ന റോഡാണ്. ആൾക്കാരൊക്കെ പോവുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്ന റോഡാണ്. ഇതാണ് അവസ്ഥ. ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണണം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് ചൂണ്ടിക്കാണിക്കപ്പോൾ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുമ്പോൾ പറയുന്നത് അത് ഉടനെ ശരിയാക്കും, ഇത് ഉടനെ ശരിയായിട്ടില്ല. ഇതിങ്ങി ഈ വർഷം ഉണ്ടാവും എന്നുള്ളത് കാര്യം സംശയമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾ ഇതിനൊരു പരിഹാരം കണ്ട് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇവനല്ലേ